പരിശുദ്ധ മറിയത്തിലൂടെ ഈശോയ്ക്കുള്ള സമ്പൂർണ്ണ സമർപ്പണം 4-ാം ദിവസം. വീമ്പ് പറയാൻ തക്ക ഒരു നന്മയും മനുഷ്യനില്ല. മനുഷ്യനിൽ യാതൊരു നന്മയുമില്ല, അവനൊന്നിലും അഭിമാനിക്കുന്നുമില്ല. കർത്താവെ, അങ്ങ് മനുഷ്യനെ ഓർക്കാനോ അവനെ സന്ദർശിക്കാനോ അവനെന്താണ്? അങ്ങേ കൃപ മനുഷ്യന് നൽകാൻ അവനെന്ത് യോഗ്യതയാണുള്ളത്? കർത്താവെ, അങ്ങ് എന്നെ ഉപേക്ഷിക്കുന്നെങ്കിൽ പരാതി ഉന്നയിക്കാൻ എനിക്ക് എന്ത് ന്യായമാണുള്ളത്? ഞാൻ അപേക്ഷിക്കുന്നത് അങ്ങ് നിരസിക്കുന്നെങ്കിൽ ന്യായവാദമായി എനിക്ക് എന്താണുള്ളത്? എനിക്ക് ഉറപ്പായും ഇങ്ങനെ പറയാൻ കഴിയും: കർത്താവെ, ഞാൻ ശൂന്യതയാണ്. എനിക്ക് സ്വന്തമായി യാതൊരു നന്മയും ചെയ്യാൻ കഴിവില്ല. ഞാൻ എല്ലാത്തിലും പോരായ്മയുള്ളവനും സദാ ശൂന്യതയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നവനുമാണ്. അങ്ങ് എന്നെ സഹായിക്കുകയും എനിക്ക് നിർദ്ദേശം നൽകുകയും ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ നിരുത്സാഹിയും മന്ദതയുള്ളവനുമായി തീരും. കർത്താവെ, അങ്ങ് മാറ്റമില്ലാത്തവനും നിത്യനും സദാ നല്ലവനും നീതിമാനും പരിശുദ്ധനുമാകുന്നു. അങ്ങെല്ലാം അവിടുത്തെ ജ്ഞാനത്തിൽ നന്മയായും നീതിയായും പരിശുദ്ധമായും നിർവഹിക്കുന്നു. മുന്നോട്ട് പോകുന്നതിനേക്കാൾ അധികമായി പിന്നോട്ട് പോകാനാണ് എനിക്ക് പ്രേരണ. ഒരേ സ്ഥിതിയിൽ ഞാൻ നിലനിൽക്കുന്നില്ല. ദിവസത്തിൻ്റെ 7 യാമങ്ങളിൽ ഞാൻ മാറിക്കൊണ്ടിരിക്കുന്നു. എങ്കിലും അങ്ങ് എന്നിൽ സംപ്രീതനായി എനിക്ക് സഹായഹസ്തം നീട്ടുകയാണെങ്കിൽ എൻ്റെ നില ഉടനടി മെച്ചമായി തീരും. മനുഷ്യ സഹായമില്ലാതെ എന്നെ സഹായിച്ചു കരുത്തനാക്കാൻ അങ്ങേക്ക് മാത്രമേ കഴിയൂ. അങ്ങനെ എൻ്റെ ദയനീയ മുഖഭാവം കൂടുതൽ പ്രകടമാം വിധം മാറട്ടെ. എൻ്റെ ഹൃദയം പരിവർത്തമാകുകയും നിന്നിൽ മാത്രം അത് ശാന്തി കണ്ടെത്തുകയും ചെയ്യട്ടെ. കൃപ മറച്ചു പിടിക്കുന്നതിനെക്കുറിച്ചും എളിമയെ അതിന് കാവലാളാക്കുന്നതിനെക്കുറിച്ചും. സമാധാനകാലത്ത് കൂടുതൽ സുരക്ഷിതത്വം അനുഭവിക്കുന്നവൻ ആത്മീയ സമരകാലത്ത് കൂടുതൽ ദുഃഖിതനായിരിക്കും. വിനീതനും സ്വന്തം ദൃഷ്ടിയിൽ എളിയവനുമായി എപ്പോഴും തുടരാൻ കഴിയുമെങ്കിൽ, തീക്ഷ്ണതയെ വേണ്ട പോലെ ക്രമപ്പെടുത്തി അടുക്കി വയ്ക്കാൻ നിനക്കാകുമെങ്കിൽ, അപകടത്തിലും തെറ്റിലും നീ വളരെ വേഗം അകപ്പെടുകയില്ല. ഭക്തിതീക്ഷ്ണത നിന്നിൽ സ്ഥാനം പിടിച്ചിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ വെളിച്ചം നിന്നിൽ നിന്നും പിൻവലിക്കപ്പെടുന്ന പക്ഷം നിന്റെ അവസ്ഥ എന്താകുമെന്ന് ചിന്തിക്കുന്നത് ഉചിതമാണ്. മറിയത്തിൻ്റെ സ്തോത്രഗീതം. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ട് എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും അവൻ്റെ സന്തതി